ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല, നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പതിവിൽ നേരത്തെ അപ്പം മദ്രസക്ക് പോണ ദിവസമാണെങ്കിൽ വിളിച്ചോണത്തി 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 എത്ര ഉണത്തിലും ഒരു 3-4 വട്ടം വിളിച്ചാലും എണീക്കാത്ത ആളാണ്. ഇന്നിപ്പോൾ ദാ 7 മണിയാക്കും ആയപ്പോഴേക്കും എണീറ്റ് ഭയങ്കര മുടി വാരലും പിന്നെ ഡ്രസ്സ് മാറ്റി. രാത്രി ഇടുമ്പോൾ നമ്മൾ എന്താ ഒരു നൈറ്റ് ഡ്രസ്സാണ്, അതായത് ഒരു വലിയ ടീഷർട്ട് ഉണ്ട്, പിന്നെ മോളുൻ്റെ നീനുൻ്റെയൊക്കെ പഴയ വലിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കിടക്കലാണ്. അല്ലെങ്കിൽ ചൂടല്ലേ, അപ്പം അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ കിടക്കുള്ളൂ. പിന്നെ രാവിലെ എണീറ്റിട്ടാണ് ഓൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാറുള്ളത്. അപ്പോൾ ഇന്ന് അതാ എണീറ്റ് വന്നിട്ട് തന്നെ ഡ്രസ്സൊക്കെ മാറ്റുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ ഓളെ പിന്നെ സൈക്കിൾ ഇങ്ങനെ പുറത്ത് കണ്ടപ്പോൾ ഇപ്പച്ചി എനിക്ക് സൈക്കിളൊന്ന് റെഡിയാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നും, സൈക്കിൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതിനും കാറ്റില്ല. പിന്നെ കുറേ ദിവസം എടുക്കാതെ ഇങ്ങനെ വെച്ചതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കഴുകി തുടച്ച് നന്നാക്കി വൃത്തിയാക്കണം. അപ്പം ഇന്നലെ ഉള്ള അത് കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ രണ്ടാളും കൂടി ഇതായി ഇറങ്ങിയിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, സൈക്കിളൊക്കെ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, മദ്രസ ഇല്ലാത്തല്ലേ എന്നൊക്കെ വിചാരിച്ച് ബെഡിൽ നിന്ന് എണീറ്റിട്ട് അപ്പുറത്തെ സോഫയിൽ പോയിട്ട് പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബഹളവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് പിന്നെ ഞാനും നീച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അവൾ മാറ്റിയിട്ടേ പോവാണ്. അപ്പോൾ ആ സൈക്കിൾ ഓട്ടണേൻ്റെ ഒരു എന്താ പറയുക രസം പിടിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഞാനാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരു 10-11 മണിയായിട്ട് എഴുന്നേൽക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്, വേറെ മദ്രസ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ കുട്ടി ഇതാ നേരത്തെ നീച്ച് സൈക്കിൾ ഓട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പം അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, വേഗം ഒരു റൗണ്ട് ചുറ്റി പോരുകയാണ്. ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ആ ഒരു കുറച്ച് ഒരു നമ്മളെ ഈ ഓള് പോണ റോഡ് കണ്ടില്ലേ, ഇങ്ങോട്ട് സൈഡിലേക്ക് തിരിയുണ്ട്, അത് തിരിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് കൂടെ പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് ഇപ്പുറത്ത് കൂടെ വരട്ടെ. പക്ഷേ ഈ കൂടെ കുറേ വാഹനങ്ങളൊക്കെ അധികം ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ പോണ സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും പറ്റുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവളോട് അധികം ദൂരത്തേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവളോട് ചിറ്റാൻ പോയിട്ടുണ്ട്. ഞാനിന്നെ കിച്ചണിക്ക് പോകുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ കുറച്ച് ചിക്കൻ കറി ഇന്നലെ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം വല്ലാതെ ആരും കഴിക്കാത്തതുകൊണ്ട് അതിലേക്ക് തന്നെ ഞാൻ രാത്രി ഒരു 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടിട്ട് ഉള്ളി തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൂക്കിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട് കറിയായിട്ട്. അപ്പോൾ വേഗം അതിലേക്ക് അപ്പം ചൂടാന്ന് വിചാരിച്ച് പത്തിരി ഉണ്ടാക്കണം, വെള്ളിയാഴ്ചയല്ലേ, പിന്നെ കുറേ ആയില്ലേ ഇതന്നെ പൊടി തന്നെ കലക്കി ഇങ്ങനെ പാരണ്ടല്ലോ, ഒന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്താ പത്തിരി ആയാലും ഈ അപ്പം ആയാലും ഒക്കെ ഞങ്ങൾ പിന്നെ മൂപ്പർക്ക് രണ്ടും ഒരേപോലെ കേട്ടോ. പത്തിരി ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇഷ്ടമൊന്നുമില്ല, അറിയാമല്ലോ, നോമ്പിനൊന്നും അങ്ങനെ പത്തിരി വലിയ ഇഷ്ടമുള്ള ആളല്ല. എന്നോട് അത് പ്രത്യേക കഷ്ടപ്പെട്ട് കൊച്ച് പരത്തി ചുട്ട് അത് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ തിരക്കില്ല. അപ്പം മക്കളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നീനും മോളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയാൽ മതി, അതൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ പൊടി കലക്കി ദോശ തന്നെ ചുട്ടിട്ടുണ്ട് കേട്ടോ. എന്നെ നന്നാവാൻ സമ്മതിക്കൂല സത്യം പറഞ്ഞാൽ. ഞാനത് പാവല്ലേ എന്നും ഇതന്നെ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പത്തിരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കിയല്ലോ ചോദിച്ചു, അതും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ എനിക്ക് കുറേ ദിവസമായി, ഒരു കുറേ കാലമായി ബട്ടർ കോഫിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഞാൻ നീനൂന് ഉണ്ടാക്കിയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഓക്കാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് കയറി. ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ബട്ടർ കോഫി ഒന്നും ഉണ്ടാക്കി കുടിക്കാറില്ല. ഇന്നൊരു ഗ്ലാസ് ബട്ടർ കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നതാണ്ട്, വെള്ള പൂമ്പാറ്റയുടെ അതുവരെ കണ്ടപ്പം ഐറോസിന് ഓർമ്മ വന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ജസ്റ്റ് ആ ഉള്ളിലേക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ അതിനെ വാതിൽ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ആ ജനവാതിൽ ഒന്നും കൂടി തുറന്നു കൊടുത്തു. പക്ഷെ കുറേ അങ്ങോട്ടും ചുറ്റി കളിച്ച് അവസാനം അങ്ങോട്ട് പോയി കേട്ടോ. പാവല്ലേ, അതിന് ഈ ഭാഗത്തേക്ക് ഞാൻ അപ്പം ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് ഒന്നും കൂടി സ്പീഡ് കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് തന്നെ പോവുക, കാരണം ചൂടായിരിക്കുമല്ലോ. പിന്നെ ഞാൻ എന്താ വേഗം ഇങ്ങനെ ദോശ അങ്ങനെ ഓരോന്ന് ചുടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഇന്നലെ വേവിച്ച ചിക്കനാണത്. അപ്പോൾ കുറച്ച് കുക്കറിൽ കൂക്കിച്ച് വെച്ചതുകൊണ്ട് വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നെ ഫ്ലാസ്കിൽ വെള്ളമുണ്ട് തിളപ്പിച്ച് വെച്ചതുണ്ട്, അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് കറി എടുത്ത് വെച്ചിട്ടു. അപ്പോൾ ഇതും കറക്കും തിരുവൊക്കെ കഴിഞ്ഞ് 2-3 റൗണ്ടൊക്കെ ചുറ്റി വന്നതാണ്. നല്ല വിശക്കുന്നുണ്ട്, ഫുഡ് ആയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഓൾ അവിടെ ചായ ഉണ്ടാക്കണ്ടോ, ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം, എന്നാൽ ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ എന്നോട് പറയാം ചായ ഉണ്ടാക്കി ഉമ്മച്ചി പഞ്ചസാര ചായപ്പൊടി ഉമ്മച്ചി ഇട്ടെന്നാലും ഞാൻ ചായ ഉണ്ടാക്കാൻ. അതെന്തൊരു ചായ ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ചായപ്പൊടി കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓൾ ചായയൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഓക്കുള്ളത്. അപ്പോൾ മൂപ്പരാണെങ്കിൽ രാവിലെ എണീറ്റ് ഇങ്ങനെ ഞാൻ നീച്ച് വരുന്നതിൻ്റെ മുന്നേ മൂപ്പര് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ചായ വേണ്ട, ചൂടുവെള്ളം മതി എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണതിൻ്റെ ഇടയിൽ ഇതും ഒരു കലാപരിപാടി കേട്ടോ. ഈ കാണിക്കണതൊക്കെ
ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല. ഓള് യൂട്യൂബിൽ എൻ്റെ ഫോണോ എൻ്റെ കെട്ടിയുടെ ഫോണൊക്കെ അവിടെ ഇവിടെ കിടക്കുകയാണെങ്കിൽ എടുത്തിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കി കണ്ട് പഠിച്ചുണ്ടാക്കിയത് കേട്ടോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നൂലൊക്കെ വാങ്ങി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ബട്ടർ കോഫിയും കുടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അവർക്കുള്ള അപ്പം ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹസ്ബൻഡിനാണെങ്കിൽ ഇത് ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ മൂപ്പര് എടുക്കുക ഈ പോണത് എന്നറിയില്ല. ചില നേരം എനിക്ക് ദേഷ്യം വരും. അതുവരെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ അടുക്കളയിലുള്ള ഒരു കസാല ഉണ്ട്, അവിടെ പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ വീഡിയോ ഓണാക്കിയാൽ പിന്നെ മെല്ലെ മുങ്ങൂട്ടോ. കാരണം വീഡിയോൻ്റെ മുന്നിൽ നിൽക്കാൻ മൂപ്പർക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അറിയാതെ എടുക്കുന്നതാണ് കേട്ടോ മൂപ്പര് വീഡിയോയിൽ പെടുത്തുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് എത്ര വിളിച്ചിട്ട് എവിടെയെന്നറിയില്ല. അപ്പോൾ പിന്നെ എവിടെ നോക്കി നോക്കുമ്പോൾ മുകളിലാണ് കേട്ടോ, മുകളിൽ ഇസ്തിരിയുടെയാണ്. അപ്പോൾ ഞാൻ മുകൾക്ക് കയറിയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇസ്തിരി അയൺ ചെയ്യണോ, വെള്ളിയാഴ്ചയല്ലേ പള്ളിയിൽ പോകണതാകുമ്പോൾ നല്ല തുണി ഷർട്ടൊക്കെ അയൺ ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ഫ്രൈഡേ എന്നൊക്കെ പറയുന്നത് അത്ര സ്പെഷ്യലാണ്, പള്ളിയിൽ പോലും പിന്നെ ഒക്കെ ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ ഞാൻ നല്ല തുണിയും ഷർട്ടൊക്കെ തേച്ചേക്കാന്ന് ചോദിച്ചപ്പോൾ എന്നോട് വേണ്ട ഈ ഞാൻ തേച്ചു. എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊരു പണിയില്ലല്ലോ, കാരണം സ്കൂൾ ബസ് ഇല്ലാത്തതുകൊണ്ട് മുപ്പർക്ക് തന്നെ ഒരു പേടിയാണ്, എന്താ പറയുക, ഒരു ജോലി ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഇതുമൂനി കൊണ്ട് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമാണ്. പിന്നെ അങ്ങനെ 2 ദിവസം 3-ാമത്തെ ദിവസം നിന്നു കേട്ടോ. അതായത് ഒരു 10:30-11 മണിയായപ്പോക്കിന് ആ പാപ്പ വന്നിട്ടുണ്ടായിരുന്നു. ആ പാപ്പ വന്ന് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. മൂപ്പര് നേരത്തെ ഇങ്ങോട്ട് വരുന്ന തന്നെ ഇവിടുത്തെ പടപടയും തമാശയും കാണാൻ ചിരിച്ചാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കുറേ കുട്ടികളെ കളിയും കാണാൻ ആരും ഇല്ലാഞ്ഞിട്ട് മൂപ്പർക്ക് ഭയങ്കര ദേഷ്യം. കാരണം മോളും ഇല്ല നീനും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഐറൂസിനെ കണ്ടിട്ട് കുറേ ദിവസമായി, ഐറൂനെ കാണാനാണ് ഞാൻ കാര്യമായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളൊന്നും ഇല്ലാഞ്ഞിട്ട് മൂപ്പർക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. മൂപ്പർക്ക് ഞാൻ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. എന്നോടുള്ള ആ ഒരു സ്നേഹവും കാര്യമാണ് എൻ്റെ മക്കളോട് കേട്ടോ. എല്ലാ മക്കൾക്കും ഇവിടെ വരുമ്പോഴൊക്കെ മുട്ടായും കാര്യം കൊണ്ടുവരും. ഒന്നുമില്ല, അവിടെ ഇരുന്ന് എൻ്റെ ഒരു ചായ കിട്ടണം. ഞാൻ ചായ എടുത്തപ്പോൾ കടി ഉണ്ട്, രാവിലത്തെ അപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട മോളെ, ചായ മതി എന്ന് പറഞ്ഞത്. ആ ചായ മാത്രം കുടിക്കുകയാണ്. പിന്നെ കുറേ നേരം ആ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കൂട്ടോ. എൻ്റെ കെട്ടിയവനുണ്ട് അപ്പുറത്ത്, വീഡിയോ ഓണാക്കിയത് കൊണ്ട് മുന്നിലേക്ക് വരാത്തതാണ് കേട്ടോ. അവിടെ മുപ്പൊരു 2 വർത്തമാനം പറയുന്നത് നമുക്ക് അവിടെ ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇതുമൂന്ന് അതിൻ്റെ ഇടയിൽ കൂടെ കടയിലേക്ക് പറഞ്ഞതാണ് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരു നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് ഉണ്ട് കൊണ്ടുവന്നത്, ഇന്നലെ കൊണ്ടുവന്ന ബീഫുണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് നെയ്ച്ചോറും ബീഫ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഞാൻ നല്ല പച്ചരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 1-ാം തീയതി കയ്യിലേ. അപ്പം ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പച്ചരി ഉള്ളൂ, ഒന്ന് വെക്കാനുള്ളതില്ല. അപ്പോൾ നല്ല പച്ചരി വാങ്ങിയപ്പോൾ ഞാൻ 2 പാക്ക് പാലും വാങ്ങിച്ചു, ഇപ്പോൾ 1 കിലോ പഞ്ചസാരയും വാങ്ങിച്ചു. അങ്ങനെ കടയിലേക്കാണ് പോകുമ്പോൾ പിന്നെ നമുക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ എഴുതിയിട്ടുള്ള പറഞ്ഞതായിരുന്നു. അപ്പോൾ വാങ്ങിയപ്പം ഈ നല്ല പച്ചരിക്ക് പകരം ഈ സാധാ പച്ചരിയില്ല, നമ്മൾ ദോശയ്ക്ക് ചുടുന്ന പച്ചരിയില്ല, അതാട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പറഞ്ഞേക്കാണ് നെയ്ച്ചോറ് വെക്കണ അരി മതി എന്ന് പറയട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കടക്കാരനോട് പറയട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ തിരിച്ച് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ അതാ തൈരും വാങ്ങിയിട്ട് 2 പാക്ക് പാലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്കറ്റ് പാലും കാര്യങ്ങളൊക്കെ പിന്നെ പച്ചരിയും പഞ്ചസാരയും കുറച്ച് കൂടുതൽ നമുക്ക് മാസം പോകണം ഒരു സംഭവത്തിന് പോയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വാങ്ങണം. ഏതായാലും കുറേ നേരം ഒരു മണിക്കൂറോളം മുപ്പത് അവിടെ ഇരുന്ന് സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 11:30 ആയപ്പോൾ പള്ളിയിൽ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി പോണ വെഹിക്കൽ 1-2 സ്ഥലത്തൊക്കെ കയറാനുണ്ടാവും. അപ്പം കുറേ ചിരിച്ചിരിക്കും കേട്ടോ. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ ഓരോ തമാശ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് തീർക്കും. അതിനാണ് കാര്യമായിട്ട് വരുന്നത് കേട്ടോ. ഒരു രസമാണ് ഇവിടെ ഇരുന്നാൽ എപ്പോഴും പറയും. അങ്ങനെ കഴിഞ്ഞ് ഞാൻ മൂപ്പര് പറഞ്ഞയച്ചതിൻ്റെ ശേഷമാണ് കിച്ചക്ക് വന്നത്. കാരണം നമ്മൾ ചായടി കഴിഞ്ഞേക്ക് തന്നെ മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം മോറാൻ നിന്നില്ല. കാരണം ഞാൻ ഇവിടെ അടുക്കളയ്ക്ക് പാത്രം മോറാൻ വന്നാൽ മൂപ്പര് വൈത്തോലെ പോകുന്നു. ഈ നമ്മളെ അടുക്കളയിലുള്ള സോഫയിൽ വന്ന് ഇരിക്കും കേട്ടോ. പക്ഷെ അപ്പോൾ വന്ന് ഇരുന്നാൽ എന്താ വെച്ചാലും ഇവിടെ ഫാനില്ലല്ലോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ വെറുതെ ചൂടത്ത് ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ ഫാൻ ഇട്ടിട്ട് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്തതാണ്. കുറച്ച് നേരം മൂപ്പരപ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരുന്നതാണ് കേട്ടോ. എന്തായാലും പോയ പാടെ തന്നെ ഞാൻ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നിട്ടുണ്ട്. എല്ലാം കൂടി സിങ്കക്ക് വലിച്ചിട്ട് ഒക്കെ മോറുന്നുണ്ട് കേട്ടോ. എൻ്റെ പരിപാടി ഇതാണ്. എല്ലാം അങ്ങോട്ട് മുറമുള്ളതൊക്കെ എല്ലായിടത്തുനിന്ന് പൊറുക്കിയെടുത്തിട്ട് സിങ്കിലാണ് കൊണ്ടുപോയിടും. എന്നിട്ട് എന്നാൽ പിന്നെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയാനില്ലല്ലോ. ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാം ഇങ്ങോട്ട് മോറി കഴുകി എടുത്തേക്കാണ്. ഈ ചായ ഉണ്ടാക്കിയ പാത്രമാണ് കൂടുതൽ ബുദ്ധിമുട്ടിട്ട് കഴുകാനായിട്ട്. കാരണം അത് പാല് തിളപ്പിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് മോറാനാണ് നമ്മൾ കമ്പിച്ചണ്ടി കാര്യമായിട്ട് പിന്നെ ഞാനിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അത് ഉരച്ച് മോരാ തന്നെ അത് പോവുള്ളൂ. വീട്ടിലാണെങ്കിലും മഞ്ചേരിക്ക് പോവുകയാണെങ്കിലും ചായ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇമ്മാക്കും ഭയങ്കര പാടാട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചായ ഉണ്ടാക്കുന്നത് അവിടെ എല്ലാവരും പാൽപ്പൊടീൻ്റെ ചായ ആയിട്ട് ഉണ്ടാക്കാറ്.
ഉണ്ടാക്കാറുള്ളത്. പാക്കും ഉമ്മാക്കൊക്കെ അങ്ങനെ പാൽപ്പൊടിയാണ്. പിന്നെ അവിടെ നിജുമിനൊക്കെയാണ് പാൽച്ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഞാൻ പോയാൽ എനിക്ക് പാലിൻ്റെ ചായ തന്നെ കിട്ടണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ തന്നെ വേഗം മോറിക്കും. കാരണം അത് മോറാൻ ഭയങ്കര പാടല്ലേ അമ്മക്ക്. പിന്നെ അതവിടെ മൂലക്കൽ മോറാനിടണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ 2 ചായപാത്രം മോറാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം എനിക്കുണ്ടാക്കിയ ചായൻ്റെ പാത്രം മൂപ്പർക്കുണ്ടായ ചായൻ്റെ പാത്രമൊക്കെ ഉണ്ട്, അത് 2 മോറി വെച്ച് പിന്നെ നമ്മളെ കുക്കറും കാര്യങ്ങളൊക്കെ കഴുകി. ഏതായാലും പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കഴുകാനുള്ള പാത്രം ഉണ്ടാക്കാം, അതായത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ തട്ടിക്കൊട്ടി അടിച്ചിട്ട്, ഞാൻ വ്യാഴാഴ്ചയാണ് കാര്യമായിട്ട് തട്ടിക്കൊട്ടിലും കലാപരിപാടികളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വെള്ളിയാഴ്ചത്തേക്കുള്ള ഒരു ഇതായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വ്യാഴാഴ്ച തന്നെ ഒരു മാറാല തട്ടിലും കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡീപ്പായിട്ട് ഞാനും 2-3 പ്രാവശ്യം തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുകൊണ്ട് ഞാൻ തുടക്കാനും ഇതിനൊന്നും നിൽക്കില്ല. ഇവിടെ അങ്ങനെ വൃത്തികേടൊന്നും ആയിട്ടില്ല. ഐറൂസൊക്കെ മക്കളൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമുക്കൊരു വൃത്തികേട് ഉണ്ടാവുള്ളൂ. വീടൊന്നും വലിയ അലമ്പായിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരണേ ഉള്ളൂ. വേഗം ബീഫ് വെള്ളത് ഐസിട്ട് വെച്ചിട്ട്, ഐസ് ഉണ്ടായിരുന്നു, നല്ല ഐസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കൊണ്ടുവച്ചതായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ നിന്നിട്ട് തണുത്ത് ഐസും കട്ടായിട്ടുണ്ടായിരുന്നു. അതായത് അതൊക്കെ പൊതിർന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഇളയ ഇറച്ചിയാണ് തോന്നുന്നുണ്ട് കണ്ടിട്ടോ. കണ്ടിട്ട് തന്നെ ഒരു നല്ല ഇറച്ചിയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും അത് കഴുകി വൃത്തിയാക്കി. പിന്നെ ബീഫ് ഫ്രിഡ്ജിൽ വെച്ച പാത്രമാണിത്, അതും അപ്പം തന്നെ വേഗം കഴുകി വെച്ചു. ഇനി അധികം പാത്രം ആക്കണ്ട, മോറാനാക്കണ്ട എന്നുള്ള രീതിയിൽ ഇനിയുള്ളതൊക്കെ വേഗം കഴുകി വെക്കാമെന്ന് കരുതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് വേഗം കിച്ചണിൽ പോവാലോ എന്ന് കരുതിയിട്ട് വേഗം അപ്പക്കപ്പം ഇങ്ങനെ കഴുകുകയാണ് കേട്ടോ. പിന്നെ ബീഫ് കഴുകിയത് കയ്യൊരു വേറൊരു മണം, നല്ല നെയ്യുള്ള ബീഫ് ആയതുകൊണ്ട് കൈമല്ലൊരു മണമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ കൈ കഴുകണ ഭാഗത്തുള്ള ആ ഒരു ഹാൻഡ് വാഷ് എടുത്തുകൊണ്ടാണ് കഴുകുകയാണ്. ഞാൻ ഈ ഹാൻഡ് വാഷ് അതിൻ്റെ 1-2 വേറെ മോഡൽ പാത്രങ്ങൾ വാങ്ങണം മീഷോയിൽ നോക്കി വെച്ചിട്ടുണ്ട്, അത് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കാമല്ലോ. എന്നാൽ പിന്നെ നമ്മൾ അടുക്കളയിലത്തെ പണി കഴിഞ്ഞിക്കാണ്ട് കൈ കഴുകാനുള്ളത് ഇവിടെ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓർമ്മയില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് തിരക്കിന് ഒന്ന് ഇരുന്ന് നോക്കാനുള്ള ഒരു സമയം ചിലപ്പോൾ കിട്ടൂല. കാര്യമായിട്ട് ഉറങ്ങുകയാണ്. ഫോണൊന്നും എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഉറക്കം വരും. എഡിറ്റ് ചെയ്യാൻ വരെ ചില ദിവസം മടിയാണ് കേട്ടോ. ഫോണിൽ നോക്കി എഡിറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ഉറക്കം വന്നിട്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. എന്തായാലും അവിടേക്ക് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അടുത്തത് നമ്മുടെ ബീഫൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തൊലിച്ചൊക്കെ ഇടപ്പോൾ നോക്കിയപ്പോൾ ചെറിയ ഉള്ളി ഇല്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടാമെന്ന് കരുതി വെളുത്തുള്ളി തൊലിച്ച് വെച്ചു. പിന്നെ വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം ചെറിയുള്ളി ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റ്. എന്തായാലും ഒരുവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാനായിട്ടുണ്ട്. ഒരു മടിയാണ് കേട്ടോ, അങ്ങനെ പോവാന്നങ്ങ് വിചാരിക്കും ഞാൻ. ഇനിയിപ്പോൾ പെരുന്നാളും ആവാനായില്ലേ, ഈ മാസം നമുക്ക് വലിയ പെരുന്നാളും ഉണ്ടല്ലോ. ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചി ബീഫ്ക്ക് പിന്നെ എന്താ വെച്ചാൽ ചതക്കി ഇടാറില്ല കേട്ടോ. കഴിയുന്നതും ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി ഇടാറുള്ളൂ. എനിക്ക് ചിക്കൻ കറിക്ക് ആക്കണ മാതിരി നമ്മൾ നല്ല ചതക്കി ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങനെ തോലൊക്കെ കളഞ്ഞിട്ട്, വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ അച്ചേക്ക് തോല് കളഞ്ഞിട്ട് അതുപോലെ അങ്ങോട്ട് ഇടുകയാണ് ചെയ്യാറുള്ളത് ബീഫിൽ. പിന്നെ ബീഫിൻ്റെ ഒപ്പം അങ്ങോട്ട് വെന്ത് സെറ്റായിക്കോളല്ലോ. പിന്നെ ചെറിയ ഉള്ളി ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഇഞ്ചി മാത്രം ചെറിയ പീസാക്കിയിടും. പിന്നെ കൂടുതൽ പച്ചമുളകാണ് ഇടുക, പച്ചമുളകും കുരുമുളക് പൊടി, പിന്നെ കുറച്ചേ മുളക് പൊടി ഇടുള്ളൂ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വെപ്പ് കേട്ടോ. ഏതായാലും ഞാനത് നന്നായിട്ട് കഴുകി പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നുറുക്കിയിടുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചാണ് നുറുക്കണത് കേട്ടോ. വെല്ലുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒരുമിച്ചിട്ട് വാട്ടിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പം ചെറിയുള്ളിക്ക് പകരമാണ് ഇപ്പോൾ ഈ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇപ്പം നമ്മൾ കൂടുതൽ എടുത്തിട്ട് പിന്നെ വെല്ലുള്ളി കുറച്ച് എടുക്കുള്ളൂ. പിന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ വെല്ലുള്ളി കട്ട് ചെയ്തു. പിന്നെ പച്ചമുളക് കീറിയിട്ട് 5-6 കീറിയിട്ടുണ്ട്. എനിക്ക് പച്ചമുളകിൻ്റെ പിന്നെ ബീഫിക്ക് പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇടയ്ക്ക് നമ്മളിവിടെ ബീഫ് വാങ്ങാറുള്ളൂ. മക്കൾക്ക് ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ചിക്കനാണ് നമ്മൾ കൂടുതൽ ഇവിടെ വാങ്ങാറുള്ളത്. അപ്പം ബീഫ് കിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ നമുക്കൊരാഗ്രഹമാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഇഞ്ചി കേട്ടോ ഞാൻ അങ്ങനെ കീറിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചതക്കി അരച്ചെടുക്കാറില്ല. അപ്പോൾ മസാല പോലെ ഇങ്ങനെ ഒരു പോലെ തോന്നും എനിക്ക്. അതിലേറെ ഇഷ്ടം ഇതുപോലെ ഇടാനാണ് കേട്ടോ. കാരണം വെളുത്തുള്ളി പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് തൊലിച്ച് അതേപോലെ ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ അതിലേക്ക് അങ്ങനെ നുറുക്കിയിട്ട് ഞാൻ കുക്കറിൽ അങ്ങോട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചു. പിന്നെ കുക്കർ എടുത്തിട്ട് ഉള്ളിയൊക്കെ വാട്ടി വെക്കാമെന്ന്. ഉള്ളി വാട്ടിയിട്ട് തന്നെയാണ് വെക്കുക. നമ്മൾ ചിക്കനൊക്കെ വെക്കണ പോലെ തന്നെയാണ് ഇവിടെ വെക്കാറുള്ളത് കേട്ടോ. പിന്നെ അടുപ്പത്ത് ഇമ്മാൻ്റെ ഒരു കുസുനിപ്പണിയാണ്. ഇമ്മ വെക്കണ പോലെ നോക്കിയിട്ടാണ് ഞാൻ
കുറേയൊക്കെ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കാന്നൊന്നും പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യം എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മാക്ക് വിളിച്ച് നോക്കുക എന്നല്ലാതെ ഇപ്പോൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുക, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, എല്ലാ സംഭവങ്ങളും നമുക്ക് അതിൽ കിട്ടും. എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ അമ്മക്ക് വിളിച്ച് നോക്കിയിട്ട് എല്ലാം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ മോള് എനിക്ക് വിളിച്ചിട്ടാണ് ഓള് അധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഓൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കും. എന്നാലും ഒക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, അത് എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുക. എന്തായാലും എല്ലാം കൂടി കണ്ടാം, ഞാൻ ഉള്ളിയും എല്ലാം അതിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചതക്കിയിട്ട് എല്ലാം ഉണ്ട്, അതൊക്കെ ഇട്ട് വാട്ടണം. ആ സമയത്താണ് എൻ്റെ ഇതുമ്മൂൻ്റെ ആഗമനം. ഓൾ ഈ ബാക്ക് ക്യാമറ ഓഫാക്കി ഓളം ഭാഗത്തേക്ക് തിരിച്ചിട്ട് ഓൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. ഇന്ന് ഉണ്ടാക്കിയതാണിത്. ഇപ്പോൾ ഈ സൈക്കിളൊക്കെ ചൂട്ടി വന്നില്ലേ, വെയിലായപ്പോൾ പിന്നെ ആ സൈക്കിൾ ഓട്ടാൻ പോവാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ. ഒക്കെ ഒരു ക്ലിപ്പ് കിട്ടിയപ്പോൾ അയിമേൽ വെച്ചിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. പൂവ് ഓൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇനി നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതേ കളറുള്ള നൂല് വാങ്ങി കൊടുക്കണം, എന്നിട്ട് ഇതേപോലെ ക്ലിപ്പ് ഉണ്ടാക്കിപ്പിക്കണം, നമുക്ക് ആ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാനെന്നൊക്കെ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾ എനിക്ക് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് കമൻറ്റ് ഉണ്ട്. ചവിട്ടിയാണോ പിന്നെ മേശവിധിയാണോ അങ്ങനെ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. ഏതായാലും ഓൾ അതിനോട് എന്താണ് എന്ന് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓൾ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനമാണത്. അപ്പോൾ ഓൾ പറഞ്ഞതല്ലേ, നമുക്കത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം, അതല്ലേ നല്ലത്. എന്തായാലും ഇതാ ഓള് മുടിമുഖത്തൊക്കെ കാണിച്ചു തന്നപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിക്ക് ബീഫ് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ബീഫ് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്. അതിന് വിസിൽ വരുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. ബീഫിൻ്റെ അത് ബീഫ് തന്നെ അല്ലേ. എന്തായാലും അത് അടുപ്പത്ത് വെച്ച് പിന്നെ എൻ്റെ അടുത്ത പരിപാടി നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനാണ് എൻ്റെ അളവ് ഗ്ലാസ് കേട്ടോ. ഞാൻ അതിൽ 6 ഗ്ലാസ്സാണ് എൻ്റെ 1 കിലോന്. ഞാൻ 3 ഗ്ലാസ് വെക്കുന്നുള്ളൂ, കാരണം 3 ആളല്ലേ ഉള്ളൂ. രാത്രി ചിലപ്പോൾ അധികം കഴിക്കാറും ഉണ്ടാവില്ല. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ കരണ്ടടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു ചെമ്പട്ടിയിൽ ഇത് അവിടെ ഉണ്ടായിരുന്നു ഒരു പാത്രം, അതിലെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളി അതിലേക്ക് അങ്ങോട്ട് അരിഞ്ഞിട്ട് ഭയങ്കര ഉടായ്പ് പരിപാടിയാണ് കേട്ടോ. കാരണം മൂപ്പർക്ക് ഇങ്ങനെ ഈ ഒരു ചൂട് സമയത്ത് നെയ്ച്ചോറ് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അധികം നെയ്യും അങ്ങനെയൊന്നും ഒഴിച്ചിട്ടില്ല. സിമ്പിളായിട്ട് നമ്മൾ ഗരം മസാല ഒന്നും ഇട്ട് കൊടുക്കണില്ല, ഒരു ജസ്റ്റ് വെള്ളം വറ്റിക്കുക എന്നൊക്കെ പറയില്ല, ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അധികം ഉപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് കണ്ടു, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നെയ്ച്ചോറെന്നൊന്നും പറയാൻ പറ്റില്ല, നെയ്ച്ചോറൊന്നും ഇങ്ങനെയല്ല. നല്ല അടിപൊളി പട്ടയും കറാമ്പൂവും ഏലക്കായൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന സംഭവമല്ലേ നെയ്ച്ചോറ് അറിയുന്നത്. ഇതിവിടെ ആർക്കും ഇതുമ്മനൊന്നും അതിൻ്റെ ചൊയും കൂടി ഇഷ്ടമല്ല കേട്ടോ. ഏതായാലും അതവിടെ നെയ്ച്ചോറ് അവിടെ സെറ്റായി. അത് മാറ്റി വെച്ചാൽ ഞാനത് അടുപ്പത്ത് ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഒന്ന് ഫാനിൻ്റെ കാറ്റുള്ളാൻ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ എടുക്കാഞ്ഞത് കേട്ടോ. എന്നിട്ട് ഭയങ്കര ചൂടാണ് ഈ സമയത്ത്, ഉച്ച സമയത്തൊക്കെ നമുക്ക് അടുക്കളയിൽ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അപ്പോഴേക്കും നെയ്ച്ചോറൊക്കെ സെറ്റായി. അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതാ പപ്പടം കൂടി പൊരിച്ചെടുക്കുകയാണ്. പപ്പടം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കടയിൽ പോയപ്പോൾ കുറച്ച് പപ്പടം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരാൾക്ക് 2 വെച്ച് ഒരു 6 പപ്പടം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ബീഫ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു 4-5 ഊക്ക് വിസിലടിച്ചാൽ പിന്നെ ചെറിയ തീയിലാക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് വേവിക്കാറാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പെട്ടെന്ന് കുക്കി വേവണെങ്ങാണ് ടേസ്റ്റാണ് നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ വേവണത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും പപ്പടം പൊരി കഴിഞ്ഞു. പിന്നെ അടുപ്പത്തേക്ക് ഞാനിതാ കുക്കർ മാറ്റി വെക്കാണ്. പിന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം പാർന്ന് സെറ്റാക്കി എടുക്കുക. അതിന് മുമ്പ് കുറച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ നാളത്തേക്ക്, അതായത് 1 കിലോ ഇറച്ചിയുണ്ട്. അപ്പോൾ 2 ദിവസം നമുക്കിവിടെ ഞങ്ങൾ 3 ആൾ മാത്രമാണെങ്കിൽ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് കരുതി, ചൂടാറിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് കരുതി മാറ്റി വെച്ച് ബാക്കി ഒന്നുകൂടി തിളപ്പിച്ചിട്ട് ഇതവിടെ ഇറച്ചിക്കറി പിന്നെ പപ്പടും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതാ ചോറും കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ചെമ്പട്ടി കൊടുക്കുക തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ആവശ്യത്തിന് വിളമ്പി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം മൂപ്പര് ആർക്കോ ഒരു കോള് ചെയ്യാണ്, ഫോൺ വിളിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ എനിക്ക് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ തൈരും ഉണ്ട് കേട്ടോ. ആ തൈര് ഇറച്ചിയും ബീഫും നെയ്ച്ചോറും തൈരും അടിപൊളിയല്ലേ. അങ്ങനെ ഞാൻ തൈരും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് ഞാൻ ഒരു മുട്ടയും പൊരിച്ച് കുറച്ച് ചോറ് എടുക്കുക എന്ന് കരുതി
ചോറ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുട്ട പൊരിച്ച് തിന്നണത്. എന്നാൽ പിന്നെ കുറച്ച് കുറഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഡയറ്റൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ലല്ലോ. അപ്പം ചോറ് അധികം കഴിക്കണ്ടെന്ന് കരുതിയിട്ട് മുട്ട 2 അതാണ് ഞാൻ എത്താൻ ഈ ടൈം എടുക്കുന്നത് കേട്ടോ. അങ്ങനെ എനിക്കുള്ള 2 മുട്ട പൊരിച്ചു, പിന്നെ 2 പപ്പടും ഇച്ചിരി ചോറും കുറച്ച് ബീഫൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും കാര്യങ്ങളൊക്കെ തൈരൊക്കെ ഒഴിച്ച് അച്ചാറൊക്കെ ഒഴിച്ച് ഇമ്മ നല്ല മാങ്ങ അച്ചാർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മഞ്ചേരി നീനുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ മഞ്ചേരി പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടി കുഴച്ചാണ് അടിക്കുന്നത്. മൂപ്പര് ഇപ്പോഴും ഫോൺ വെച്ചിട്ടില്ല, ഫോൺ വെച്ചിട്ടേ തിന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.